ഓം ശാന്തി. പ്രാർത്ഥന അത് വലിയൊരു ശക്തിയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈസിയായി ശക്തി കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് ഈ കാര്യത്തെ മനസ്സിലാക്കാം. ഒരു പ്രാവശ്യം ഒരു യാത്രാ കപ്പൽ നടുക്കടലിൽ വെച്ച് തകർന്നു. വലിയ ചുഴലിയും കൊടുങ്കാറ്റൊക്കെ വന്ന് ആകെ തകർന്ന് തരിപ്പണായി. അതിൽ നിന്ന് 2 പേര് എങ്ങനെയോ നീന്തി ജീവനോടെ രക്ഷപ്പെട്ട് ഒരു ദ്വീപിലെത്തിച്ചേർന്നു. ആ ദ്വീപ് തികച്ചും വിജനമായിരുന്നു. ഈ 2 വ്യക്തികളും ആ ദ്വീപിൽ വെച്ചാണ് പരിചയപ്പെട്ടെങ്കിൽ പോലും വളരെ സുഹൃത്തുക്കളായി. കാരണം അവർക്ക് വേറെ ആരും അവിടെ പരസ്പരം സഹായിക്കാനില്ലായിരുന്നു. അവർ 2 പേരും ഉറ്റമിത്രങ്ങളായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ 2 പേരും ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് പ്രവർത്തിക്കുക, എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് മാത്രം ചെയ്യുന്ന അത്ര വലിയ സുഹൃത്തുക്കളായി. അങ്ങനെ 2 പേരും കൂടി ഒരു തീരുമാനമെടുത്തു. നമ്മളിൽ ആരുടെ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ശക്തി എന്നറിയാം. അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ദ്വീപിനെ 2ആയി ഭാഗിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നീ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഒരു സ്ഥലത്ത് ഞാനിരുന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയ ആ 2 വ്യക്തികളും ദ്വീപിനെ 2 ഭാഗങ്ങളാക്കി സങ്കല്പിച്ചുകൊണ്ട് ഒരു വശത്ത് ഒരാളിരുന്നു, മറുവശത്ത് മറ്റാളിരുന്നു. ഒന്നാമത്തെ വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, എനിക്ക് വിശന്നിട്ട് വയ്യ, കഴിക്കാൻ എന്തെങ്കിലും കിട്ടണം, അതിന് അനുഗ്രഹമാകുന്ന രീതിയിൽ എന്തെങ്കിലും തരണം എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം അയാൾ താമസിക്കുന്ന ദ്വീപിൻ്റെ ഭാഗത്ത് വലിയൊരു വൃക്ഷം പ്രത്യക്ഷപ്പെട്ടു. അതിൽ നിറയെ പഴങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഭക്ഷ്യയോഗ്യമായിരുന്നു. സന്തോഷത്തോടെ അയാൾ ആ പഴങ്ങളൊക്കെ കഴിച്ച് തൻ്റെ വിശപ്പടക്കി. പക്ഷേ ദ്വീപിൻ്റെ മറുഭാഗത്ത് താമസിക്കുന്ന വ്യക്തിയുടെ ആ ഏരിയയിൽ ഒന്നും സംഭവിച്ചില്ല, ഒന്നും ഉണ്ടായില്ല. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഈ ഒന്നാമത്തെ വ്യക്തി പിന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു ജീവിത പങ്കാളിനെ കിട്ടിയാൽ നന്നായിരുന്നു ഭഗവാനെ, ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ഇടയിൽ തന്നെ വീണ്ടും ഒരു കപ്പൽ തകരുകയും അതിൽ നിന്നൊരു സ്ത്രീ നീന്തി ഈ ദ്വീപിൽ തന്നെ വന്നണഞ്ഞു. പക്ഷേ അവർ വന്നണഞ്ഞതും ഒന്നാമത്തെ വ്യക്തി താമസിക്കുന്ന ഭാഗത്തായിരുന്നു. അങ്ങനെ അവർ 2 പേരും ഫ്രണ്ട്സായി, ജീവിത പങ്കാളികളായി, പതി പത്നിയായി ജീവിതം ആരംഭിച്ചു. അപ്പോഴും മറ്റേയാളുടെ ഭാഗത്ത് ഒന്നും സംഭവിച്ചില്ല. അയാൾക്ക് ആരും കൂട്ടില്ലാതെയായി. പിന്നെയും പത്നി കൂടി വന്നപ്പോൾ ഇയാൾക്ക് ആവശ്യങ്ങൾ കൂടി, വീട് വേണം, വസ്ത്രം വേണം. അപ്പോൾ ഇയാൾ വീണ്ടും ഈശ്വരനോട് ഓരോന്നോരോന്ന് യാചിച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നോ അത്ഭുതമെന്നോണം, മാജിക് എന്നോണം അയാളുടെ ഭാഗത്ത് വന്നുകൊണ്ടിരുന്നു, കിട്ടിക്കൊണ്ടിരുന്നു. അയാൾ വളരെ സന്തോഷവാനായി. മറ്റേ വ്യക്തിക്കാണെങ്കിൽ യാതൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ഇയാൾ വിചാരിച്ചു, ഇനി ഈ ദ്വീപിൽ ഇങ്ങനെ കിടന്ന് ജീവിക്കാൻ വയ്യ, ഈശ്വരനോട് പ്രാർത്ഥിക്കാം, ഞാനും എൻ്റെ പത്നിയും കൂടി ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം. അപ്പോൾ അയാൾ അങ്ങനെ ഈശ്വരനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, എനിക്കും എൻ്റെ പത്നിക്കും ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്തെങ്കിലും ഒരു വഴി തരണം. അത്ഭുതമെന്നോണം കുറച്ച് ദിവസങ്ങൾക്കകം അയാൾ താമസിക്കുന്ന ആ ദ്വീപിൻ്റെ ഭാഗത്ത് ഒരു കപ്പൽ വന്നണഞ്ഞു. അപ്പോൾ ഇയാൾ സന്തോഷത്തോടെ ആ കപ്പലിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഇയാൾ മനസ്സുകൊണ്ട് വിചാരിക്കുക, ഇവന് പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് ഓരോ അനുഗ്രഹങ്ങളും കിട്ടുന്നില്ല, എന്തായാലും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാത്ത ഒരാളെ ഞാനും സഹായിക്കാൻ പോകുന്നില്ല, ഇവനെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവനും പത്നിയും കൂടി പുറപ്പെടാൻ നിൽക്കുകയായിരുന്നു. കൂട്ടുകാരനെ ആ ദ്വീപിൽ ഒറ്റയ്ക്കാക്കിക്കൊണ്ട്. ആ സമയത്ത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു അശരീരി കേൾക്കുകയാണ്, നീ എന്താണ് നിൻ്റെ മിത്രത്തിനെ ഈ ദ്വീപിൽ ഒറ്റയ്ക്കാക്കി തനിച്ചാക്കി പോകാൻ ഒരുങ്ങുന്നത്? ഉടനടി ഒന്നാമത്തെ വ്യക്തി ആരെയും കാണുന്നില്ല എങ്കിലും ആ അദൃശ്യ ശക്തിയോട് മറുപടി പറയുകയാണ്, അവൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും ശക്തിയില്ല. അങ്ങനെ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നുമില്ലാത്ത അവന് എൻ്റെ അനുഗ്രഹങ്ങളെ പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് അവനെ തനിച്ചാക്കി പോകാൻ ഞാൻ തീരുമാനിച്ചു. അശരീരി വീണ്ടും കേട്ടു, നിനക്ക് തെറ്റിപ്പോയി, നിനക്കൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അവന് ഒരേ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, ആ പ്രാർത്ഥന ഞാൻ നടത്തിയും കൊടുത്തു. അതില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും കിട്ടില്ലായിരുന്നു. ഇത് കേട്ടപ്പോൾ
ഒന്നാമത്തെ വ്യക്തിക്ക് അല്പം ദേഷ്യം തോന്നി. എന്നാലും അതൊക്കെ മനസ്സിലൊതുക്കിക്കൊണ്ട് അദ്ദേഹം ആ അദൃശ്യ ശക്തിയോട് ചോദിക്കുകയാണ്, ഞാൻ അവനോട് കടപ്പെടും വിധം അവൻ എന്ത് പ്രാർത്ഥനയാണ് ചെയ്തത്? അവൻ എന്തിനാണ് ഞാൻ എൻ്റെ അനുഗ്രഹങ്ങൾ പങ്കുവെച്ച് കൊടുക്കേണ്ട ആവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ ആ അദൃശ്യ ശക്തി വീണ്ടും അവനോട് സംസാരിച്ചു. വീണ്ടും ഒരു അശരീരി മുഴങ്ങി കേൾക്കുകയാണ്. അവന് ഒരേ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രാർത്ഥനയാണ്, നീ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനകളെല്ലാം നടത്തി കൊടുക്കണേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ എല്ലാതും തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും. അതെ, ജീവിതത്തിലും നമ്മളെപ്പോഴും സുഖം അനുഭവിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും വിചാരിക്കരുത് എൻ്റെ കർമ്മം കൊണ്ട് മാത്രമാണ് ഞാൻ സുഖം അനുഭവിക്കുന്നത് എന്ന്. നമുക്ക് വേണ്ടി എത്രയോ മിത്രങ്ങൾ, എത്രയോ നമ്മളുടെ ആത്മബന്ധുക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ സുഖത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ സുഖത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നമ്മളുടെ ഷെയറിങ്, കെയറിങ് ആണ് നമ്മുടെ ജീവിതത്തിലെ സുഖത്തിൻ്റെ പാത. നമ്മളെപ്പോഴാണോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതാണ് നിങ്ങളുടെ നന്മയ്ക്കുള്ള പാതയായി മാറുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവനവന് സുഖം കിട്ടുമ്പോൾ, അവനവന് എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടുമ്പോൾ അത് എൻ്റെ തന്നെയാണെന്ന് വിചാരിക്കരുത്. അവനവന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കരുത്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ ബന്ധുക്കളുടെ ജീവിതവും അഥവാ നമ്മളെ സ്നേഹിക്കുന്നവരുടെ ജീവിതവും എല്ലാം എന്നും സുഖം നിറഞ്ഞതായിത്തീരും. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നത് അപരനും സുഖത്തിനായി ഭവിക്കണം എന്ന ആപ്തവാക്യം ഓർത്തുകൊണ്ട് എന്നും എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന 100 മടങ്ങ് അല്ല, കോടി കോടി മടങ്ങ് ഫലം തന്നുകൊണ്ട് ജീവിതത്തിൽ സുഖം നിങ്ങൾക്ക് നൽകും.